ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീനാസ് കോമ്പറ്റേറ്റീവ് മാസ്റ്ററി. നമ്മൾ ഇന്നിവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇൻട്രസ്റ്റ്? നമ്മൾ വാങ്ങിയ പണത്തിന് തിരിച്ചു കൊടുക്കുന്ന കാലയളവിൽ നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ മണി എന്ന് പറയുന്നതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഈസ് ദ മണി പെയ്ഡ് ഫോർ ദ യൂസ് ഓഫ് മണി വി ഹാവ് ബോറോഡ് ഫ്രം അതർ പേഴ്സൺ ബോട്ട് ഫ്രം അതർ പേഴ്സൺ. ഇപ്പോൾ അതിൽ നമ്മൾ വാങ്ങുന്ന ആ എമൗണ്ട്, അതിനെ മുതൽ അഥവാ അതിന് നമ്മൾ എന്താണ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. പിന്നെ എത്ര കാലയളവിലാണോ നമ്മൾ തിരിച്ച് അയാൾക്ക് കൊടുക്കുന്നത് അതിന് നമ്മൾ ആ ടൈം, അതിനെ ടി എന്ന് റെപ്രസെന്റ് ചെയ്യുകയും എത്ര പലിശ, നമ്മളിപ്പോൾ 5%, 10% അങ്ങനെ പല റേറ്റിലായിരിക്കും നമ്മൾ പലിശ അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നത്. അയാൾക്ക് അല്ലെങ്കിൽ ബാങ്കിലോ അങ്ങനെയൊക്കെ നമ്മൾ മണി വാങ്ങാറുണ്ട്, ലോണൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിലാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്, പലിശ എന്തോരമാണെന്നുള്ളതിനാണ് ആറെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറെന്ന് പറയുന്ന റേറ്റ്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് SI എന്നുള്ളത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു P ഇൻറ്റു R ഇൻറ്റു T ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും. നമ്മൾ എത്രയാണ് വാങ്ങിയ മുതൽ നമുക്കറിയാം, പ്രിൻസിപ്പിൾ അറിയാമെങ്കിൽ, പിന്നെ എത്ര കാലയളവിലാണ് ടൈം അറിയാമെങ്കിൽ, എത്ര പലിശയാണ് ആ റേറ്റ് ആറെന്ന് പറയുന്നത് അറിയാമെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിനെ ഈ ഒരു ഇക്വേഷനിൽ അതായത് സ്ഥാനങ്ങളിൽ ഇട്ടുകൊടുത്ത് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. അതേസമയം നമുക്ക് ചിലപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ട് അതിൽ നിന്നും റേറ്റ് അല്ലെങ്കിൽ ടൈം അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ ബാക്കി പ്രിൻസിപ്പിളും റേറ്റും ടൈമും നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം? ഒന്നുമില്ല, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൽ നിന്നും P എന്നുള്ളത് പ്രിൻസിപ്പിൾ ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം, ഓർത്ത് വെച്ചാൽ മതി. ഒരു ഇക്വേഷൻ നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. അതിൽ നിന്നും P കാണാൻ എന്ത് ചെയ്താൽ മതി? നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഈ P മാത്രം റൈറ്റ് സൈഡിൽ വരിക, ബാക്കി ലെഫ്റ്റ് സൈഡിലോട്ട് വരും. അപ്പൊ ഡിനോമിനേറ്ററിൽ R ഇൻറ്റു T എന്ന് വരും. അതേപോലെ ആറാണ് നമുക്ക് കാണേണ്ടത്, അന്നേരം നേരെ ഓപ്പോസിറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ ആ സ്ഥാനത്തിന്റെ ആയിരിക്കും P ഇൻറ്റു T ആയിരിക്കും. സിമിലർലി T ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ P ഇൻറ്റു R ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഈ ഒരു ഇക്വേഷൻ P ഇൻറ്റു R ഇൻറ്റു T ഡിവൈഡ് ബൈ 100 നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവും, സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവും, എന്താണ് സമയവും റേറ്റും ഒക്കെ തന്നിട്ടുണ്ടാവും. നമുക്ക് മുതൽ പ്രിൻസിപ്പിൾ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം നേരെ ഈ ഒരു P പ്രിൻസിപ്പിൾ ആണ് കാണേണ്ടതെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക, റേറ്റ് ആണ് കാണേണ്ടതെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക, T ആണ് കാണേണ്ടതെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ എമൗണ്ട് ചോദിച്ചിട്ടുണ്ടാവും. അതായത് നമ്മളൊരു ഇത്ര എമൗണ്ട് എടുത്തിട്ട് ഇത്ര കാലയളവ് കഴിഞ്ഞ് ഇൻട്രസ്റ്റോട് കൂടി അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചടക്കേണ്ട സമയം വരുമ്പോൾ എത്ര എമൗണ്ട് ആണ് നമുക്ക് അടക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടാവും. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ, നമ്മൾ വാങ്ങിയ മുതൽ, ആ മുതലിന്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി കൂടിയിട്ടല്ലേ നമുക്ക് അടക്കേണ്ടത്. അപ്പൊ അത് രണ്ടും കൂടി സം ചെയ്തായിരിക്കും നമുക്ക് എമൗണ്ട് കാണേണ്ടത്. ഇത്ര നമ്മൾ വാങ്ങിയതും എത്ര കാലയളവിൽ നമുക്ക് വന്നിരിക്കുന്ന ഇൻട്രസ്റ്റും അത് രണ്ടും കൂടി സം ചെയ്താൽ നമുക്ക് തിരിച്ചടക്കേണ്ട എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. P എന്ന് പറയുന്നത് നമ്മുടെ മുതലാണ്, നമ്മൾ വാങ്ങിയ എത്ര എമൗണ്ട് ആണ് അതാണ്. R എന്ന് പറയുന്നത് പലിശയുടെ നിരക്ക്, എത്ര 5%, 10% അങ്ങനെ പലിശ. T എന്ന് പറയുന്നത് സമയം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചിട്ട് നമുക്ക് ഇനി നേരെ പ്രോബ്ലംസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹5,200 ഫോർ 2 years at 6% per annum. 5200 രൂപയാണ് നമ്മൾ വാങ്ങിയത്. അത് 2 വർഷം കഴിഞ്ഞ് 6% പലിശയോട് കൂടി 6% പലിശയോട് കൂടി വരുമ്പോൾ എത്രയാണ് അതിന്റെ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. SI ഈസ് ഈക്വൽ ടു P ഇൻറ്റു R ഇൻറ്റു T ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ്. ഇവിടുത്തെ നമ്മുടെ P പ്രിൻസിപ്പിൾ എന്താണ്? മുതലല്ലേ. അപ്പൊ എത്ര രൂപയാണ്? 5200 രൂപ. അതേപോലെ ടൈം എന്ന് പറയുന്നത് 2 years ആണ്. ആറിന്റെ സ്ഥാനത്ത് 6% ആണ്. അപ്പൊ ഈ ഓരോ വാല്യൂസ് നമുക്ക് നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇറ്റ് ഈസ് ഈക്വൽ ടു 5200 ഇൻറ്റു 6 ഇൻറ്റു 2
ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. നമ്മൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 624 റുപ്പീസ് എന്നാണ്. 6624 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഈ ഒരു P × R × T ഡിവൈഡ് ബൈ 100 എന്നുള്ള ഇക്വേഷൻ നമുക്ക് നേരെ ഡയറക്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. On what sum will the interest for 3 years at 4% per annum amount to rupees 300? ഇവിടെ നമുക്ക് എന്താ കാണാൻ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് തന്നിട്ടുള്ളതെന്ന് വെക്കുക 3 years തന്നിട്ടുണ്ട്, അതായത് സമയം 3 വർഷമാണെന്ന് തന്നിട്ടുണ്ട്. 4% per annum, അതായത് R എന്ന് പറയുന്ന റേറ്റ് 4% ആണ് തന്നിട്ടുണ്ട്. എമൗണ്ട് ടു റുപ്പീസ് 300 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പിൾ. എത്ര എമൗണ്ടിനാണ് 3 വർഷം കഴിഞ്ഞ് 4% പലിശയിൽ അത് സിമ്പിൾ ഇൻട്രസ്റ്റ് 300 ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് 300 ആണെന്ന് തന്നിട്ടുണ്ട്. R എന്ന് പറയുന്ന റേറ്റ് 4% ആണെന്നും സമയം T എന്ന് പറയുന്നത് 3 years ആണ് തന്നിട്ടുണ്ട്. P എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എത്രയാണെന്നാണ്, അല്ലെങ്കിൽ എത്ര എമൗണ്ടിനാണ് ഈ 300 രൂപ 3 വർഷം കഴിഞ്ഞപ്പോൾ വന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ P ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P × R × T ഡിവൈഡഡ് ബൈ 100 ആണ്. ഇതിൽ നിന്നും പിയുടെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് × 100 ഡിവൈഡഡ് ബൈ R × T. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 300 ആണ് തന്നിട്ടുണ്ട്. × 100 ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്ന റേറ്റ് ഫോർ സമയം എന്ന് പറയുന്നത് 3 years ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2500 എന്നാണ് കിട്ടുന്നത്. അതായത് 2500 രൂപയ്ക്കാണ് 3 വർഷം കഴിഞ്ഞ് 4% പലിശയിൽ നമുക്ക് 300 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാൽ ഇങ്ങനെ നമുക്ക് പ്രിൻസിപ്പിളോ റേറ്റോ ടിയോ ഒക്കെ കാണാനും സാധിക്കും. A man borrows rupees 2000 and pays back after 3 years at 10% simple interest. The amount paid by the man is dash. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2000 രൂപയ്ക്ക് 10% പലിശയിൽ 3 വർഷം എടുത്ത ഒരാള് തിരിച്ച എമൗണ്ട് മേടിച്ച ആൾക്ക് പേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചടയ്ക്കുമ്പോൾ എത്ര എമൗണ്ട് അയാള് പേ ചെയ്യേണ്ടി വരും എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എമൗണ്ട് ആണ് തിരിച്ച് അടക്കേണ്ട എമൗണ്ട്. ഇപ്പൊ ഒരു ആളുടെ നിന്ന് വാങ്ങിച്ചിട്ട് അയാൾക്ക് പലിശയോടുകൂടി മുതലും പലിശയും കൂടി തിരിച്ചടയ്ക്കണം. അപ്പൊ അയാൾക്ക് എത്ര എമൗണ്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താണ്, മുതലും പലിശയും സിമ്പിൾ ഇൻട്രസ്റ്റും രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് തിരിച്ചടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആദ്യം കണ്ടുപിടിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് എന്ന് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു P × R × T ഡിവൈഡഡ് ബൈ 100. ഇവിടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 2000 ആണ്. R എന്ന് പറയുന്നത് 10 ആണ്. T എന്ന് പറയുന്നത് 3 ഡിവൈഡഡ് ബൈ 100 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 600 എന്നാണ് സം ചെയ്ത് കിട്ടുന്നത്. നമുക്ക് അടയ്ക്കേണ്ട എമൗണ്ട് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ വാങ്ങിയ മുതൽ അഥവാ പ്രിൻസിപ്പിൾ അത് പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മുടെ തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങിയത് 2000 റുപ്പീസ് ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 600 റുപ്പീസ് ആണ്. അപ്പോൾ 2600 എന്നുള്ള ഈ ഒരു റുപ്പീസ് ആണ്, ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് തിരിച്ച് അയാൾക്ക് പേ ചെയ്യേണ്ടത്. Find the simple interest on rupees 300 at 6% per annum from March 3rd to May 15th. ഇവിടെ നമുക്ക് 300 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ മാർച്ച് 3 തൊട്ട് മെയ് 15th വരെ എത്ര ഇൻട്രസ്റ്റ് വരും, സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര വരും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കിവിടെ പ്രിൻസിപ്പിൾ P എന്ന് പറയുന്നത് 300 ആണ് തന്നിട്ടുണ്ട്. അതേപോലെ R എന്ന് പറയുന്നത് 6 ആണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? P × R × T ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പൊ നമുക്കിവിടെ ടൈം കൂടി ആവശ്യമായിട്ടുണ്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ. ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് പർട്ടിക്കുലർ ഇയർലി ബേസിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ എന്താണ്, മാർച്ച് 3 തൊട്ട് മെയ് 15th വരെയുള്ള ഒരു ചെറിയ കാലയളവിൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം
ഇത് ഈ ഒരു മാസങ്ങളുടെ ഇടയിൽ എത്ര ടോട്ടൽ എത്ര ഡേയ്സ് വരുന്നുണ്ട് നമുക്കത് നോക്കാം. മാർച്ചിൽ നമുക്കറിയാം 30 ദിവസമാണ്. മാർച്ചില് 31 ദിവസമാണ്. അപ്പോ മാർച്ച് 3 തൊട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 31-ന് 3 കുറച്ച ബാക്കി 28 ഉണ്ട്. അപ്പോ 28 ഡേയ്സ് ഓഫ് മാർച്ച് അവിടെ റെസ്റ്റ് ആയിട്ട് ബാക്കി കിടക്കുന്നുണ്ട്. പ്ലസ് മാർച്ച് കഴിഞ്ഞ അടുത്തത് ഏപ്രിലാണ്. ഏപ്രിലെ മാർച്ച് ടു മെയ് ആണ്. അപ്പൊ ഏപ്രിൽ ഫുൾ ഡേയ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഏപ്രിലില് 30 ഡേയ്സ് ഉണ്ട്. പ്ലസ് മെയ് 15th ടു മെയ് 15th ആണ്. മെയ് 15th വരെ എന്നാണ്. അപ്പോ വീണ്ടും 15 ഡേയ്സ് ഓഫ് മെയ് കൂടി വരും. നമ്മൾ ഇത്രയും കണ്ടുപിടിക്കേണ്ടത് എന്തിനാണ്? ഈ ഒരു കാലയളവിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അന്നേരം നമ്പർ ഓഫ് ഡേയ്സ് ആണ് കിട്ടുന്നത്. നമുക്ക് വേണ്ടത് ഇയർലി ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ 28 പ്ലസ് 30 പ്ലസ് 15 ചെയ്യുമ്പോൾ നമുക്ക് ആകെ 73 ഡേയ്സ് എന്നാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ എല്ലായ്പ്പോഴും സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഇയർലി ബേസിലാണ്. അപ്പൊ 73 ഡേയ്സിനെ നമ്മൾ ഇയർലി ആക്കണം. എന്ത് ചെയ്താൽ മതി? ഒരു ഇയറിൽ നമുക്ക് 365 ഡേയ്സ് ആണുള്ളത്. അപ്പൊ 73നെ 365 ഡേയ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാം. 73 365 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതാക്കുമ്പോൾ നമുക്ക് അതിനെ 1/5 ഇയർ എന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ. ആകെ നമുക്ക് മാർച്ച് 3 തൊട്ട് മെയ് 15th വരെ എത്ര ദിവസം ഉണ്ട് എന്ന് നോക്കി. മാർച്ചിൽ 31 ദിവസം ഉണ്ട്. 31-ന് 3 കുറച്ച് ബാക്കി 28 ദിവസം. ആ 28 പ്ലസ് ഏപ്രിൽ വരുന്ന 30 ദിവസം പ്ലസ് മെയ് 15th വരെ എന്നാണ്. അപ്പൊ ആ 15 മെയിലെ 15 കൂടി കൂട്ടി നമുക്ക് ടോട്ടൽ 73 ഡേയ്സ് കിട്ടി. എല്ലായ്പ്പോഴും നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്നത് ഇയർലി ആണ്. അപ്പൊ ഈ ഡേയ്സ് വെച്ച് ചെയ്താൽ നമുക്ക് ആൻസർ തെറ്റിപ്പോകും. അപ്പൊ നമ്മളെ 73 ഡേയ്സിന് ഇയർലി ആക്കണം. ഇയർലി ആക്കാൻ ഒരു ഇയറിൽ 365 ഡേയ്സ് ആണ്. ആ 365 വെച്ച് നമ്മൾ 73 ഡിവൈഡ് ചെയ്തു. അപ്പൊ 73 ഡിവൈഡ് ബൈ 365 നമ്മൾ ഷോർട്ട് ആകുമ്പോൾ 1/5 ഇയേഴ്സിന് കിട്ടും. അപ്പൊ ഇനി നമുക്ക് നേരെ അപ്പൊ നമുക്ക് ടി എന്ന് പറയുന്നത് 1/5 എന്ന് കിട്ടി. ഇനി നേരെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പി 300 into R 6 into T 1/5 divided by 100. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3.60 rupees കിട്ടും. In what time will rupees 350 amount to rupees 420 at 5% per annum? 350 രൂപയായത് 420 രൂപയായി. എന്ത് കാലയളവിലാണ്? അല്ല, റേറ്റ് എന്ന് പറയുന്നത് 5% റേറ്റില് 350 റുപ്പീസ് എന്ന് പറയുന്നത് 420 ആയി. എത്ര കാലയളവിലാണ് അത് ആ ഒരു എമൗണ്ടിലേക്ക് എത്തിയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്കിവിടെ റേറ്റ് 6 ആണ്. 6 എന്താണ്? 5% ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിലെ പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100. ഇതിൽ 6 നമുക്ക് തന്നിട്ടുണ്ട്. ടി നമുക്ക് കണ്ടുപിടിക്കണം. പിയും ആറും നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം 350 രൂപ എമൗണ്ട് 420 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് പ്രിൻസിപ്പിൾ പി എന്ന് പറയുന്നത് എന്താണ്? 350 ആണ്. ശേഷം എമൗണ്ട് എന്ന് പറയുന്നത് ആണ് 420. അതായത് നമ്മൾ പലിശയോട് കൂടി അടച്ച സംഭവം, മുതലും പലിശയും കൂടി അടച്ച 420. അതാണ് എമൗണ്ട് ആണ് 420 തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി കണ്ടുപിടിക്കുന്നെങ്കിൽ നമുക്ക് അതിന് ആദ്യം എന്തൊക്കെ അറിയണം? സിമ്പിൾ ഇൻട്രസ്റ്റ് കൂടി അറിഞ്ഞാലാണ് നമുക്ക് ടി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്തെന്ന് പറയുന്നത് നമുക്കിവിടെ സിമ്പിൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും കൂടി കൂട്ടി ആണ് എമൗണ്ട് നമുക്കറിയാം. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പിൾ കുറച്ചാൽ മതി. എമൗണ്ട് എന്ന് പറയുന്നത് എന്താ? പ്രിൻസിപ്പിൾ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പിൾ കുറയ്ക്കുക. ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം 420 ആണ്. 420 നിന്നും 350 കുറയ്ക്കാം. 420 നിന്നും 350 കുറയ്ക്കുമ്പോൾ നമുക്ക് 70 എന്ന് കിട്ടും. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ₹70 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ടൈം കാണാനുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടൈം എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100
ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ആർ. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 70 ഇൻറ്റു 100 ഡിവൈഡ് ബൈ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 350, റേറ്റ് എന്ന് പറയുന്നത് 5. സം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 എന്നാണ്, അതായത് 4 years എന്ന് കിട്ടും. അപ്പൊ ഒരു 4 വർഷം കൊണ്ടാണ് ഈ 350 രൂപ 5% പലിശയിൽ 420 രൂപയായതാണെന്നാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ആദ്യം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടില്ല, പകരം നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പിൾ കുറച്ച് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് നേരെ ടൈമിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. If the simple interest on rupees 750 for 3 months is rupees 22.50, what is the rate of interest percent per annum എന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് പി അഥവാ പി എന്ന് പറയുന്നത് 750 ആണ് തന്നിട്ടുണ്ട്. ഫോർ 3 months, അതായത് ടൈം എന്ന് പറയുന്നത് 3 months ആണ് തന്നിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് SI എന്ന് പറയുന്നത് എന്താണ് 22.50 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ അഥവാ റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിൽ നിന്നും സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ പി ഇൻറ്റു ആർ ഇൻറ്റു ഡി ഡിവൈഡ് ബൈ 100 നിന്നും ആർ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ പി ഇൻറ്റു ടി ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം എപ്പോഴും നമ്മൾ ഇയർലി ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് മാസമായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ ഇയർലി ആക്കണം. ഇപ്പൊ ടി എന്ന് പറയുന്നത് 3 months എന്നാണ് തന്നിരിക്കുന്നത്. ഒരു വർഷത്തിൽ നമുക്കറിയാം 12 മാസമാണത്. അപ്പോൾ 3നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3/12 ചെയ്യുമ്പോൾ നമുക്ക് 1/4 ഇയർ എന്ന് കിട്ടും. ആ ടി നേരെ ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് 22.50 ഇൻറ്റു 100 ഡിവൈഡ് ബൈ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 750 ഇൻറ്റു ടി എന്ന് പറയുന്നത് 1/4. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 12% എന്ന് കിട്ടും. അപ്പൊ ഈ നമുക്ക് തന്നിരിക്കുന്ന ഇയർ എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് ഡേയ്സിലാണെങ്കിൽ നമ്മൾ 365 days വെച്ച് ഡിവൈഡ് ചെയ്ത് ഇയർലി ആക്കുക. മന്ത്സിലാണെങ്കിൽ 12 months നമുക്ക് ഒരു വർഷമുള്ളത് 12 വെച്ച് ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കാം, ഇയർലി ആക്കുക. എന്നിട്ട് നേരെ നമ്മുടെ ഇക്വേഷനോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് റേറ്റ് കിട്ടും. ഇവിടെ 12% എന്നുള്ളതാണ് നമുക്ക് റേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. Ashok borrowed rupees 5,000 from Sanjay at simple interest. If Sanjay got rupees 400 rupees more than his capital after 4 years, what is the rate of interest per annum? ഇവിടെ നമുക്ക് റേറ്റ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിയത്തില്ല. അശോക് borrowed rupees 5,000 from Sanjay എന്നാണ്. അപ്പൊ സഞ്ജയിൽ നിന്ന് മുതലായിട്ട് വാങ്ങിയത്, അതായത് പ്രിൻസിപ്പൽ ആയിട്ട് വാങ്ങിയത് പി എന്ന് പറയുന്നത് എത്രയാണ് 5,000 ആണെന്ന് തന്നിട്ടുണ്ട്. മോർ ദാൻ ഹിസ് ക്യാപ് 4 years ആണ്. അപ്പൊ ടൈം എന്ന് പറയുന്നത് എന്താണ് 4 years ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, 4 വർഷം കഴിഞ്ഞപ്പോൾ സഞ്ജയ്ക്ക് ആ പൈസ തിരിച്ച് അയാളുടെ പൈസ അയാൾക്ക് തിരിച്ചു കിട്ടിയപ്പോൾ അയാളുടെ ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ഒരു 400 രൂപയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് അയാൾ കൊടുത്ത എമൗണ്ടിനേക്കാൾ ഒരു 400 രൂപ കൂടി അയാൾക്ക് കൂടുതലായിട്ട് കിട്ടി. അപ്പൊ എന്തായിരിക്കും അത് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാണ്ട് ഒരു വേറൊരു മെത്തേഡിൽ കൂടി പറഞ്ഞിരിക്കുന്നത് തന്നെ ഉള്ളൂ. നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 400 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറാണ്, റേറ്റ് ആറെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ പി ഇൻറ്റു ആർ ഇൻറ്റു 2 ഡിവൈഡ് ബൈ 100. അതിൽ നിന്നും ആർ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ പി ഇൻറ്റു ടി. സിമ്പിൾ ഇൻട്രസ്റ്റ് 400 ആണ്. ഇൻറ്റു 100 ഡിവൈഡ് ബൈ പി എന്ന് പറയുന്നത് 5,000, ടി എന്ന് പറയുന്നത് 4 years. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2% കിട്ടും. 10 ഡിവൈഡ് ബൈ 5 എന്നാണ് കിട്ടുന്നത്. അപ്പൊ 2% എന്നുള്ളതാണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയാണ്ട് ഒരു വളഞ്ഞ വഴി കൂടി സഞ്ജയ്ക്ക് ഇത്ര രൂപ കൂടുതലായിട്ട് കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അയാളുടെ കൊടുത്ത എമൗണ്ടിനേക്കാൾ അയാൾക്ക് 400 രൂപ കൂടുതലായിട്ട് കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മുതലിനേക്കാൾ കൂടുതലായിട്ട് എന്താണ് നമുക്ക് എമൗണ്ട് പേ ചെയ്യുമ്പോൾ നമ്മൾ എന്താ മുതലും സിമ്പിൾ ഇൻട്രസ്റ്റും കൂടിയാണ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പൊ ആ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 400 എന്ന് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് മാത്രം നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കി നേരെ റേറ്റിന്റെ ഇക്വേഷൻ ഇട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം.
What is the simple interest on rupees 540 at 3% per annum in 2.5 years? നമുക്ക് ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണല്ലോ, സിമ്പിൾ ഇക്വേഷൻ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഡെഫിനേഷനിലേക്ക് എടുക്കാം. P into R into T divided by 100. P എന്ന് പറയുന്നത് 540 ആണ്, R എന്ന് പറയുന്നത് 3 ആണ്, ടൈം എന്ന് പറയുന്നത് 2.5 years, അതായത് 2.5 divided by 100. സം ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി 40.50 എന്നാണ് കിട്ടുന്നത്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.